ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ലിനക്സിലെ നെക്സ്റ്റ് പോർഷൻ ലിനക്സ് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് ഈ ലിനക്സ് ഫയൽ സിസ്റ്റം നമ്മൾ പഠിച്ചു തീരില്ല, കുറച്ചധികം പറയാനുണ്ട്. അതായത് നമുക്കറിയാം, നമ്മുടെ ഹാർഡ് ഡിസ്കിനെ നമ്മൾ സെവറൽ പാർട്ടീഷൻ ചെയ്യാറുണ്ട്. ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്ത് ഏതൊരു OS നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താലും ഇറ്റ് ഈസ് ഫ്രീ ടു ഡിവൈഡ് ദ ഹാർഡ് ഡിസ്ക് ഇൻ ടു സെവറൽ പാർട്ടീഷൻസ്. ഇപ്പം നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് C ഡ്രൈവ്, D ഡ്രൈവ് എന്ന് പറഞ്ഞ് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അത് ബൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ലിനക്സിൻ്റെ പ്രത്യേകത അങ്ങനെ ബൂട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്യേണ്ട കാര്യമില്ല. വി ക്യാൻ ഇൻസ്റ്റൻ്റ്ലി ഡിവൈഡഡ് ഇൻ ടു സെവറൽ ഡയറക്ടറീസ് ഓർ പാർട്ടീഷൻസ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, ലിനക്സിൽ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്യുന്നത്, അതിലെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് നമ്മൾ ഈ ഒരു ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്താൽ നമ്മൾ ഓരോ പാർട്ടീഷനിലും എന്തായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഫയൽസ് ഓർ ഡയറക്ടറീസ്. ഓക്കെ, അതായത് നമ്മൾ ഓരോ പാർട്ടീഷനും നമ്മൾ പാർട്ടീഷനാക്കി ഡിവൈഡ് ചെയ്യുന്നത് ഫോർ ദ ഓർഗനൈസേഷൻ പർപ്പസ്. C ഡ്രൈവിൽ സിസ്റ്റം ഫയൽസ് സ്റ്റോർ ചെയ്യാൻ, D ഡ്രൈവിൽ യൂസർ 1ൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം, D ഡ്രൈവിൽ യൂസർ 2ൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഓർഗനൈസേഷന് വേണ്ടിയാണ് നമ്മൾ ഈ പാർട്ടീഷൻ ചെയ്യുന്നത്. സോ ഈ ഓരോ പാർട്ടീഷനും ശരിക്കും ഒരു ഫയൽ സിസ്റ്റം ആണ് ഉണ്ടായിരിക്കുന്നത്. ഓരോ പാർട്ടീഷനും നമുക്ക് ഓരോ ഫയൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. സോ എന്താണ് ഫയൽ സിസ്റ്റം? അതായത് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് എ ലോജിക്കൽ കളക്ഷൻ ഓഫ് ഫയൽസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പാർട്ടീഷനിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിനെ നമുക്ക് ഒന്നിയിൽ അത് ഫുൾ ഒരു പാർട്ടീഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെവറൽ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. എനിവേ, ഫയൽ സിസ്റ്റം ഓഫ് എ പാർട്ടീഷൻ ഓർ എ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോജിക്കൽ കളക്ഷൻ ഓഫ് ഫയൽസ് എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ ആ ഒരു പാർട്ടീഷനിൽ സ്റ്റോർ ചെയ്യേണ്ട ഫയൽസിനെയും ഫോൾഡേഴ്സിനെയും എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഡേറ്റാ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാം, ഏതൊക്കെ ഫയൽസ് ഏതൊക്കെ ഫോൾഡേഴ്സിൻ്റെ കീഴിൽ അതിന് സബ് ഫോൾഡേഴ്സ് ഉണ്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതികളും അതിനുള്ള വേ ഓഫ് മെത്തേഡ്സും ഡേറ്റാ സ്ട്രക്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ഒരു ഫയൽ സിസ്റ്റം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ നമ്മുടെ ഒരു പാർട്ടീഷനെ തന്നെയും അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ഫയൽസ് നമ്മുടെ ആ ഒരു പാർട്ടീഷനിൽ സ്റ്റോർ ചെയ്യുന്നു എന്നതൊക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ദ ഫയൽ സിസ്റ്റം എല്ലാം നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിംഗിൾ വേർഡ് കൊണ്ട് നമ്മൾ ഇതിനെ എല്ലാത്തിനെയും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ചിലപ്പം ഫയൽ സിസ്റ്റം എന്ന ഒരു വേർഡ് പറയുന്നത് ചിലപ്പോൾ പാർട്ടീഷന് പകരമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈപ്പ് ഓഫ് ഫയൽ സിസ്റ്റത്തിന് പകരമായിരിക്കും, അല്ലെങ്കിൽ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും. എല്ലാത്തിനും നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മുടെ ഡിസ്കിനെ സെവറൽ സെക്ടേഴ്സായിട്ട് നമുക്ക് ഒരു ഡിസ്കിനെ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ എടുത്താൽ, ഒരു പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സെക്ടേഴ്സ് ഓഫ് മെമ്മറി ചേരുന്നതായിരിക്കും. ആ സെക്ടേഴ്സിനെ നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ഓഫ് ബ്ലോക്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊരു പാർട്ടീഷൻ എടുത്താലും അതിൽ 4 ടൈപ്പ് ബ്ലോക്സിനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഈ 4 ടൈപ്പ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ 1 ബൂട്ട് ബ്ലോക്ക്, 2 സൂപ്പർ ബ്ലോക്ക്, 3 ഐനോഡ് ബ്ലോക്ക്, 4ാമത്തേത് ഡേറ്റ ബ്ലോക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓരോ ബ്ലോക്കുമാണ് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. ബൂട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തെ കുറച്ച് സെക്ടേഴ്സ് ആയിരിക്കും ഈ ബൂട്ട് ബ്ലോക്കിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബൂട്ട് ബ്ലോക്ക് ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്യൂ സെക്ടേഴ്സ് ഓഫ് എ ഫയൽ സിസ്റ്റം. ഏതൊരു ഫയൽ സിസ്റ്റം, ഈ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ടീഷന് പകരമാണ് ഇവിടെ ഈ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞ പേര് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഈ പാർട്ടീഷന് പകരവും നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഏതൊരു പാർട്ടീഷനെയും ഫസ്റ്റ് ആദ്യത്തെ കുറച്ച് സെക്ടേഴ്സിലെ ബ്ലോക്സ് ആണ് ബൂട്ട് ബ്ലോക്കായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബൂട്ട് ബ്ലോക്കിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം. എന്താണ് ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം എന്നൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് ഏതൊരു OS ആദ്യം ഇൻസ്റ്റാൾ ഓപ്പണായി വന്നാലും
ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാമാണ് ആദ്യമേ റൺ ആവുന്നത്. ആ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഒ എസിനെ മെമ്മറിയിലോട്ട് സേവ് ചെയ്യുകയാണ് ഈ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഈ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഈ ബൂട്ട് ബ്ലോക്കിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലോഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. ഈ ബൂട്ട് സ്ട്രാപ്പ് പ്രോഗ്രാം ഇരിക്കുന്നത് ഈ ബൂട്ട് ബ്ലോക്കിലായിരിക്കും. സോ ടിപ്പിക്കലി ദ ഫസ്റ്റ് സെക്ടർ കണ്ടെയ്ൻസ് എ ബൂട്ട് bootstrap program that reads in a larger bootstrap program from the next few sectors and so forth. Okay, വലിയതായിരിക്കും ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് അപ്പോൾ കുറച്ചധികം സെക്ടേഴ്സ് നമ്മൾ ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ ബ്ലോക്കിനെ കുറിച്ചാണ്. എന്താണ് സൂപ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ഏരിയ ഓഫ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് ദ ഫയൽ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ ഒരു പാർട്ടീഷനിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു പാർട്ടീഷൻ്റെ സ്റ്റേറ്റും കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ടോട്ടൽ സൈസ് ഓഫ് ദ പാർട്ടീഷൻ എത്ര എമൗണ്ട് ഓഫ് മെമ്മറിയാണ്, അതായത് എത്ര GB ഓഫ് മെമ്മറിയാണ് ഈ ഒരു പാർട്ടീഷൻ. ദ ബ്ലോക്ക് സൈസ് ഓഫ് ദ ഫയൽ സിസ്റ്റം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 512 MB ആയിരിക്കണം മിനിമം ഒരു ബ്ലോക്കിൻ്റെ സൈസ് എന്ന്. അതുപോലെ ഇപ്പോൾ ചിലതിന് നമ്മൾ ബ്ലോക്ക് സൈസ് സെറ്റ് ചെയ്യുന്നത് 1024 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്ലോക്ക് സൈസും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൗ മെനി ഫയൽസ് ഇറ്റ് ക്യാൻ സ്റ്റോർ, അപ്പം നമ്മൾ ഈ ബ്ലോക്ക് സൈസും പാർട്ടീഷൻ്റെ സൈസും നമുക്കവിടെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഫയൽസ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ കാണാൻ പറ്റും. അതുപോലെ പോയിൻറ്റേഴ്സ് ടു ദ ലിസ്റ്റ് ഓഫ് ഫ്രീ ബ്ലോക്ക്സ്, എവിടെയൊക്കെ ഫ്രീ ബ്ലോക്ക് കിടപ്പുണ്ട് അതിലേക്കുള്ള പോയിൻറ്റേഴ്സ് ഉണ്ട്. ഇനി അടുത്ത നമ്പർ ഓഫ് അലോക്കേറ്റഡ് ആൻഡ് ഫ്രീ നോട്ട്സ്, ഏതൊക്കെ ഏതൊക്കെ നോട്ട്സ് എന്താണെന്ന് ഇനി പറഞ്ഞു തരാം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഫയൽസിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെ അലോക്കേറ്റഡ് സ്പേസ് കിടപ്പുണ്ട്, എവിടെയൊക്കെ ഫ്രീ നോട്ട്സ് എവിടെയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് അലോക്കേറ്റഡ് ആൻഡ് ഫ്രീ നോട്ട്സ്. ലിങ്ക് ടു ലിസ്റ്റ് ഓഫ് അലോക്കേറ്റഡ് ആൻഡ് ഫ്രീ നോട്ട്സ്, അതായത് അലോക്കേറ്റഡ് നോട്ട്സ് ലേക്കുള്ള ലിങ്ക് പോയിൻറ്റേഴ്സ് തന്നെയാണ്, ഫ്രീ നോട്ട്സിലേക്കുള്ള ലിങ്കും. ഇനി അടുത്ത സൈസ് ആൻഡ് അലോക്കേഷൻ ഓഫ് ഐനോഡ് ടേബിൾസ് എന്താണെന്ന് ഇനി പറഞ്ഞു തരും, നെക്സ്റ്റ് ബ്ലോക്കിൽ പറഞ്ഞു തരും. അതിൻ്റെ സൈസും അലോക്കേഷനും ഈ സൂപ്പർ ബ്ലോക്കിൽ കാണാൻ പറ്റും. ഇനി അടുത്ത റൂട്ട് ഡയറക്ടറിയുടെ ഐനോഡ് നമ്പറും ഈ സൂപ്പർ ബ്ലോക്കിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സൂപ്പർ ബ്ലോക്ക് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ജനറൽ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഫയൽ സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു ഷേപ്പും സൈസും എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സൂപ്പർ ബ്ലോക്ക് തന്നെയായിരിക്കും. സോ ടു ആക്സസ് എ ഫയൽ ഇൻ എ ഫയൽ സിസ്റ്റം റിക്വയർസ് ആക്സസ് ടു ദ സൂപ്പർ ബ്ലോക്സ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫയൽ. ഏതൊരു ഫയലിനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിലും ആദ്യം നമ്മൾ പോകേണ്ടത് ഈ സൂപ്പർ ബ്ലോക്കിലായിരിക്കും. സൂപ്പർ ബ്ലോക്കിൽ നിന്നാണ് ആ ഫയലിലേക്കുള്ള ലിങ്ക് അല്ലെങ്കിൽ പോയിൻ്റർ വരെ നമുക്ക് കിട്ടുന്നത്. സോ സൂപ്പർ ബ്ലോക്ക് ഈസ് ബാക്ക്ഡ് അപ്പ് ഇൻ ടു മൾട്ടിപ്പിൾ ഏരിയാസ് ഓഫ് ദി ഡിസ്ക്. ഇപ്പോൾ ഒരു പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ സൂപ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കില്ല. ബാക്കപ്പ് അതിന് ഒരുപാട് കാണാം. കാരണം ഏതെങ്കിലും ഒരു ബാക്കപ്പിൽ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ച് പിന്നെ ഒരു ഫയൽ ആക്സസ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സോ സൂപ്പർ ബ്ലോക്ക് ഈസ് ബാക്ക്ഡ് അപ്പ് ഇൻ ടു സെവറൽ ബ്ലോക്സിൽ നമ്മൾ ഈ സൂപ്പർ ബ്ലോക്ക് എൻ്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ടീഷൻ എടുത്താൽ ഒന്നിൽ കൂടുതൽ സൂപ്പർ ബ്ലോക്സ് കാണാൻ പറ്റും. ഇത് ഈ പർപ്പസിന് വേണ്ടിയാണ്. ഒരു ബ്ലോക്കിൽ എന്തെങ്കിലും എറർ സംഭവിച്ചാലും മറ്റൊരു ബ്ലോക്കിലൂടെ വി മസ്റ്റ് റിക്കവർ ദാറ്റ് ഫയൽ. ആ പർപ്പസിന് വേണ്ടിയാണ് സൂപ്പർ ബ്ലോക്ക് മൾട്ടിപ്പിളാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഐനോഡ് ബ്ലോക്ക് എന്ന് നോക്കാം. ഐനോഡ് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലിനക്സിൽ എന്തും ഹാൻഡിൽ ചെയ്യുന്നത് എവറിത്തിങ് ഈസ് ട്രീറ്റഡ് ആസ് ഫയൽസ്. എന്തിനേയും നമ്മൾ ഫയൽസ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഓൾ ദീസ് ഫയൽസ് ഈസ് സ്റ്റോർഡ് ഇൻ ആൻ ഐനോഡ് ടേബിൾ ഓൺ ദ ഡിസ്ക്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡയറക്ടറി, അതായത് ഫോൾഡർ എന്ന് പറയില്ലേ, ആ ഫോൾഡറിനെയും ലിനക്സ് ട്രീറ്റ് ചെയ്യുന്നത് ഒരു ഫയലായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡയറക്ടറി ആണെന്നോ ഒരു ഫയലാണെന്നോ എന്നുള്ള ഒരു വേർതിരിവ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലില്ല. നമ്മൾ പറയാം എന്നുള്ളതല്ലാതെ ലിനക്സിന് ഇറ്റ് ഈസ് ട്രീറ്റിംഗ് എവറിത്തിങ് ആസ് ഫയൽസ്. അപ്പോൾ ഏതൊരു ഫയലിനെ കുറിച്ചുമുള്ള എല്ലാ ഇൻഫർമേഷനും
Okay, the information related to all these files is stored in an inode table on the disk. ഡിസ്കിൽ inode ടേബിളിലാണ് നമ്മൾ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഫോർ ഈച്ച് ഫയൽ ദർ ഈസ് ആൻ inode എൻട്രി ഇൻ ദ ടേബിൾ. ഓക്കെ, അപ്പോൾ ഏതൊരു ഫയലും നമ്മൾ സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തോ അതിന് ആ inode ടേബിളിൽ ഒരു inode എൻട്രി കാണും. ഓക്കെ, എൻട്രി കാണും, അവിടെ ഒരു inode നമ്പറും കാണും അതിന്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഏതൊക്കെ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും എവിടെ കാണും? inode ടേബിളിൽ കാണും. inode ടേബിളിൽ ഏതൊരു ഫയലിനെ കുറിച്ചും അതിൻ്റെ റിലേറ്റഡ് ഒരു inode എൻട്രിയും കാണും. ഓക്കെ, inode എൻട്രിയും കാണും, അതിനൊരു inode ഐഡിയും കാണും. ആൻഡ് inode ഈസ് എ ഡേറ്റ സ്ട്രക്ചർ. അതൊരു ഡേറ്റ സ്ട്രക്ചറാണ് കണ്ടെയ്നിങ് ദ മെറ്റാ ഡേറ്റ അബൌട്ട് ദ ഫയൽസ്. അപ്പോൾ ഒരു inode എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ഫയലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും, മെറ്റാ ഡേറ്റ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണുള്ളത്? സൈസ് ഓഫ് ദ ഫയല്, യൂസർ ID ഓഫ് ദ ഫയല്, ഗ്രൂപ്പ് ID ഓഫ് ദ ഫയല്, ടൈപ്പ് ഓഫ് ഫയൽ, അതായത് എക്സിക്യൂട്ടബിൾ ഫയലാണോ, ബ്ലോക്ക് സ്പെഷ്യൽ ഫയലാണോ, എന്ത് ടൈപ്പ് ഓഫ് ഫയലാണ്, ഇനി ഫയൽ ആക്സസ് പെർമിഷൻ, ഓരോ ഫയലിന് എന്തൊക്കെ, ആ ഫയലിൽ എന്ത് പെർമിഷൻ കൊടുത്തിട്ടുള്ള, റീഡ് ഫയലാണോ, അതേ റീഡ് ഓൺലി ഫയലാണോ, റൈറ്റ് ഫയലാണോ, എക്സിക്യൂട്ടബിൾ ഫയലാണോ എന്നുള്ളതെല്ലാം. ഇനി ദ ടൈം സ്റ്റാമ്പ്സ് ഫോർ ഫയൽ ക്രിയേഷൻ, മോഡിഫിക്കേഷൻ, അതായത് ടൈം സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ ടൈം ആ ഫയൽ ക്രിയേറ്റ് ചെയ്തതെന്നാണ്, പിന്നെ മോഡിഫൈ ചെയ്തതെന്നാണുള്ള എല്ലാ ടൈം സ്റ്റാമ്പ്സും, ലൊക്കേഷൻ ഓഫ് ഫയൽ ഓൺ ദ ഹാർഡ് ഡിസ്കിൽ എവിടെയാണ് ഈ ഫയൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും, പോയിൻറ്റേഴ്സ് ടു ദ ബ്ലോക്സ് സ്റ്റോറിങ് ഫയൽ കണ്ടൻസ്. ഓക്കെ, ഫയലിൻ്റെ കണ്ടൻസ് സ്റ്റോർ ചെയ്തേക്കുന്ന ബ്ലോക്സിലേക്കുള്ള പോയിൻറ്റേഴ്സ്, പിന്നെ ഫയൽ പ്രൊട്ടക്ഷൻ ഫ്ലാഗ്സ്, ഫയലിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഇടാൻ പറ്റും, അതായത് സെക്യൂർഡ് ആക്കി വെക്കാൻ വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലാഗ്സും കാര്യങ്ങളുണ്ട്, അതൊക്കെ കൊടുത്ത് അപ്പോൾ ഏത് ഫ്ലാഗാണ് ഇവിടെ കൊടുക്കേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി പിന്നെ അതിൽ കൂടുതൽ എന്തെങ്കിലും മെറ്റാ ഡേറ്റ ഉണ്ടെങ്കിൽ അതെല്ലാം എന്തായാലും ഒരു ഫയലിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷനും ഫ്രം വെയർ വി വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദ inode ടേബിൾ. inode ടേബിളിൽ ഓരോ ഫയലിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു inode എൻട്രി കാണും. ഓക്കെ, ഇനി ഫൈനലി ഡേറ്റാ ബ്ലോക്ക് എന്തായിരിക്കും? നമുക്ക് വേണ്ട ഫയൽസ്, കണ്ടൻസ് എല്ലാമാണ് നമ്മൾ ഈ ഡേറ്റാ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ ഡേറ്റാ ബ്ലോക്ക് സ്റ്റാർട്ട്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ inode ലിസ്റ്റ്. inode ലിസ്റ്റ് എവിടെ എൻഡ് ചെയ്യുന്നോ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ലൊക്കേഷൻ മുതൽ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, അല്ലേ? സോ data blocks start at the end of the inode list and contain the actual file contents ആണ് നമ്മൾ ഈ ഡേറ്റ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ബ്ലോക്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഫയൽസ് കാണാൻ പറ്റും. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫയൽസ്? യൂസർ ഫയൽസ് കാണും, സ്പെഷ്യൽ ഫയൽസ് റിലേറ്റഡ് ടു യൂസർ ഡേറ്റ റെഗുലർ ഫയൽസ് കാണും, ഡയറക്ടറി ഫയൽസ് കാണും, സിംബോളിക് ലിങ്ക് ഫയൽസ് കാണും, ക്യാരക്ടർ സ്പെഷ്യൽ ഫയൽസ് കാണും, ബ്ലോക്ക് സ്പെഷ്യൽ ഫയൽസ് കാണും. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഫയൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആൻ അലോക്കേറ്റഡ് ബ്ലോക്ക് ക്യാൻ ബിലോങ് ടു ഓൺലി വൺ ഫയൽ ഇൻ ദ ഫയൽ സിസ്റ്റം. ആൻ അലോക്കേറ്റഡ് ബ്ലോക്ക് ക്യാൻ ബിലോങ് ടു ഓൺലി വൺ ഫയൽ ഇൻ ദ ഫയൽ സിസ്റ്റം. അതായത് ഇപ്പോൾ ഒരു ബ്ലോക്ക് അലോക്കേറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണെങ്കിൽ അതിൽ ആ അലോക്കേറ്റഡ് ബ്ലോക്ക് അത്രയും ഒരു ഫയലിന് വേണ്ടി നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്ര മെമ്മറി അതിന് വേണമെന്ന് വി ക്യാൻ മുൻകൂട്ടി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു 50 MB മതിയായിരിക്കും. പിന്നെ ഒരു 100 MB ആണ് നമ്മൾ അതിനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ റിമൈനിങ് 50 MB വിൽ ബി അലോക്കേറ്റഡ് ടു ദാറ്റ് ഫയൽ. ഓക്കെ, വേറെ ഒരു ഫയലും അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, this block cannot be used for storing any other file content unless the file to which it originally belonged is deleted. അതായത് ആ ഫയൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വരെ ദാറ്റ് ബ്ലോക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അത്രയും ആ ഫയലിന് വേണ്ടി തന്നെ അലോക്കേറ്റഡ് ആയിട്ട് കിടക്കും. മറ്റൊരു ഫയലിന് അവിടെ ക്രിയേറ്റ് ചെയ്യാനോ ആ ബ്ലോക്സ് യൂസ് ചെയ്യാനോ കഴിയില്ല. ഓക്കെ, ഇത്രയുമാണ് ഇന്ന് പഠിപ്പിച്ച് നിർത്തുന്നത്. നോട്ട്സ് എഴുതി ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക. വളരെ കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സപ്പോർട്ടഡ് ഫയൽ സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ടൈപ്സ് ഓഫ് ഫയൽസ് ഇൻ ലിനക്സും ഈ പോർഷനിൽ വരുന്നതാണ്. ഓക്കെ, എനിവേ ഇന്ന് ഞാൻ വളരെ കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുക. ഓക്കെ, താങ്ക് യു.